എല്ലാവർക്കും ടാലന്റ് അക്കാഡമിയുടെ ഡെയിലി കറണ്ട് അഫയേഴ്സ് സെഷനിലേക്ക് സ്വാഗതം. നമ്മൾ ഈ ഡിസ്കസ് ചെയ്യുന്ന ഡെയിലി കറണ്ട് അഫയേഴ്സ് ടോപ്പിക്കുകൾ കേരള പബ്ലിക് സർവീസ് കമ്മീഷന്റെ എക്സാമിനും അതുപോലെ തന്നെ മറ്റു മത്സര പരീക്ഷകൾക്കും ഉപകാരപ്പെടുന്ന രീതിയിലാണ് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ടോപ്പിക്കുകൾ ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളത് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യണം. നമ്മൾ ഇന്നത്തെ ഡിസ്കഷൻ ആരംഭിക്കുകയാണ്. നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത് ഒരു ഉപകരണമാണ്. അതിന്റെ പേര് മോക്സി എന്നാണ്. നമ്മൾ നാസയുടെ ചൊവ്വ പര്യവേഷണ ദൌത്യത്തെ പറ്റി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നാസയുടെ പെർസീവറൻസ് റോവറിലെ ഒരു ഉപകരണമാണ് മോക്സി. മോക്സിയുടെ ഫുൾ ഫോം മാർസ് ഓക്സിജൻ ഇൻ സിറ്റു റിസോഴ്സ് യൂട്ടിലൈസേഷൻ എക്സ്പെരിമെന്റ് എന്നാണ്. അപ്പോൾ ചൊവ്വയിൽ വിജയകരമായിട്ട് ഓക്സിജൻ ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള പരീക്ഷണം നടത്തിയ നാസയുടെ ചൊവ്വ പരീക്ഷണ ദൌത്യമായ പെർസീവറൻസ് റോവറിലെ ഒരു ഉപകരണമാണ് മോക്സി എന്നുള്ളത്. അപ്പോൾ ചൊവ്വയുടെ ഉപരിതലത്തിൽ 96% കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. അപ്പൊ ഈ അവസരത്തിൽ ചൊവ്വയുടെ ഉപരിതലത്തിലെ കാർബൺ ഡൈ ഓക്സൈഡിനെ ഓക്സിജനായിട്ട് മാറ്റാൻ കഴിയുന്ന ഒരു ഉപകരണമാണ് മോക്സി. അപ്പോൾ നാസയുടെ ചൊവ്വ പര്യവേഷണ ദൌത്യമായ പെർസീവറൻസ് റോവറിലെ ഒരു ഉപകരണമാണ് മോക്സി. മോക്സിയുടെ ഫുൾ ഫോം മാർസ് ഓക്സിജൻ ഇൻ സിറ്റു റിസോഴ്സ് യൂട്ടിലൈസേഷൻ എക്സ്പെരിമെന്റ് എന്നാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം നാസയുടെ ചൊവ്വ പരീക്ഷണ ദൌത്യത്തിന്റെ ഭാഗമായ എൻജിന്യൂറ്റി ഹെലികോപ്റ്ററിനെ പറ്റി ഡിസ്കസ് ചെയ്തിരുന്നു. എന്താണ് അതിന്റെ പ്രത്യേകത? ഭൂമിയിൽ നിന്ന് നിയന്ത്രിച്ച് ചൊവ്വയിൽ പറന്നുയർന്ന നാസയുടെ ചെറു ഹെലികോപ്റ്ററാണ് എൻജിന്യൂറ്റി. അടുത്തത് ഒരു അപ്പോയിന്റ്മെന്റ് ആണ്. അമേരിക്കയുടെ അസോസിയേറ്റ് അറ്റോർണി ജനറൽ ആയിട്ട് തെരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ വംശജയാണ് വനിതാ ഗുപ്ത. റീസെന്റ് ആയിട്ട് നടന്ന ഒരു അപ്പോയിന്റ്മെന്റ് ആണ്. അമേരിക്കയുടെ അസോസിയേറ്റ് അറ്റോർണി ജനറൽ ആയിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് ഇന്ത്യൻ വംശജയായ വനിതാ ഗുപ്തയാണ്. അമേരിക്കയുടെ നിലവിലെ അറ്റോർണി ജനറൽ ആരാണ്? മെറിക് ഗാർലൻഡ് ആണ്. അപ്പോൾ അമേരിക്കയുടെ അറ്റോർണി ജനറൽ മെറിക് ഗാർലൻഡ്, അമേരിക്കയുടെ അസോസിയേറ്റ് അറ്റോർണി ജനറൽ ഇന്ത്യൻ വംശജയായ വനിതാ ഗുപ്ത. അടുത്തത് വേറൊരു അപ്പോയിന്റ്മെന്റ് ആണ്. ലോകാരോഗ്യ സംഘടനയുടെ ചീഫ് സയന്റിസ്റ്റായ ഇന്ത്യൻ വംശജയാണ് ഡോക്ടർ സൗമ്യ സ്വാമിനാഥൻ. ഡോക്ടർ സൗമ്യ സ്വാമിനാഥനെ ബ്രിട്ടന്റെ നേതൃത്വത്തിലുള്ള പാൻഡമിക് പ്രിപ്പയർനെസ് പാർട്ണർഷിപ്പിന്റെ വിദഗ്ധ സമിതി അംഗമായിട്ട് നിയമിച്ചിരിക്കുകയാണ്. അപ്പോൾ 2021 ഏപ്രിൽ ബ്രിട്ടൻ നേതൃത്വം നൽകുന്ന പാൻഡമിക് പ്രിപ്പയർനെസ് പാർട്ണർഷിപ്പ് വിദഗ്ധ സമിതി അംഗമായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ വംശജയാണ് ലോകാരോഗ്യ സംഘടനയുടെ ചീഫ് സയന്റിസ്റ്റായ ഡോക്ടർ സൗമ്യ സ്വാമിനാഥൻ. അടുത്തത് ഇന്ത്യയുടെ CAG ആയ ഗിരീഷ് ചന്ദ്ര മുർമുവിനെ പറ്റിയാണ്. കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ. അപ്പോൾ റീസെന്റ് ആയിട്ട് ഓർഗനൈസേഷൻ ഫോർ ദ പ്രൊഹിബിഷൻ ഓഫ് കെമിക്കൽ വെപ്പൺസ് OPCW രാസായുധങ്ങൾ നിർമ്മിക്കുന്നതും അതുപോലെ തന്നെ ഉപയോഗിക്കുന്നതും തടയുന്നത് ലക്ഷ്യമിട്ടുകൊണ്ട് രൂപം കൊണ്ട ഒരു അന്താരാഷ്ട്ര സംഘടനയാണ് OPCW. അപ്പോൾ ഓർഗനൈസേഷൻ ഫോർ ദ പ്രൊഹിബിഷൻ ഓഫ് കെമിക്കൽ വെപ്പൺസിന്റെ എക്സ്റ്റേണൽ ഓഡിറ്റർ ആയിട്ട് നിയമിച്ചിരിക്കുന്നത് ഇന്ത്യയുടെ CAG ആയ ശ്രീ ഗിരീഷ് ചന്ദ്ര മുർമുവിനെയാണ്. OPCWന്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് നെതർലൻഡ്സിലെ ദ ഹേഗിലാണ്. അതുപോലെ ഇതിന്റെ ഡയറക്ടർ ജനറൽ ആയിട്ടുള്ള വ്യക്തി ഫെർണാണ്ടോ ഏരിസ് ആണ്. അപ്പോൾ 2021 ഏപ്രിലിൽ ഓർഗനൈസേഷൻ ഫോർ ദ പ്രൊഹിബിഷൻ ഓഫ് കെമിക്കൽ വെപ്പൺസിന്റെ എക്സ്റ്റേണൽ ഓഡിറ്റർ ആയിട്ട് നിയമിതനായ കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ ആരാണ്? ശ്രീ ഗിരീഷ് ചന്ദ്ര മുർമു ആണ്. അടുത്തത് മറ്റൊരു അപ്പോയിന്റ്മെന്റ് ആണ്. നാസ്കോം, ന്യൂഡൽഹി ആസ്ഥാനമായുള്ള നാഷണൽ അസോസിയേഷൻ ഓഫ് സോഫ്റ്റ്വെയർ ആൻഡ് സർവീസസ് കമ്പനി, IT വ്യവസായികളുടെ ഒരു സംഘടനയാണ് നാസ്കോം. അപ്പൊ നാസ്കോമിന്റെ ചെയർപേഴ്സണായ ആദ്യ വനിതയാണ് രേഖ M മേനോൻ. അപ്പോൾ ഓർമ്മിച്ചു ചെയ്യുക, നാസ്കോമിന്റെ ചെയർപേഴ്സണായ ആദ്യ വനിത രേഖ M മേനോനാണ്. അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സൗത്ത് ആഫ്രിക്കയിലെ ജോഹന്നസ്ബർഗ് ആസ്ഥാനമായുള്ള ഫസ്റ്റ് റാൻഡ് ബാങ്കിനെ പറ്റിയാണ്. ഇന്ത്യയിൽ പ്രവർത്തനം അവസാനിപ്പിക്കാൻ തീരുമാനിച്ച ദക്ഷിണാഫ്രിക്കൻ ബാങ്കാണ് ഫസ്റ്റ് റാൻഡ് ബാങ്ക്. അപ്പോൾ ഓർമ്മിച്ചു വെച്ചിരിക്കുക, നമ്മൾ ഇതിനു മുമ്പ് യെസ് ബാങ്ക് ഇന്ത്യയിൽ പ്രവർത്തനം അവസാനിപ്പിക്കുന്ന ന്യൂസ് ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ അതിനുശേഷം സൗത്ത് ആഫ്രിക്കയിലെ ജോഹന്നസ്ബർഗ് ആസ്ഥാനമായുള്ള ഫസ്റ്റ് റാൻഡ് ബാങ്ക് ഇന്ത്യയിൽ പ്രവർത്തനം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അടുത്ത ഡൽഹി മുഖ്യമന്ത്രിയായ ശ്രീ അരവിന്ദ് കെജ്രിവാളിനെ പറ്റിയാണ്. ലണ്ടനിൽ നടക്കുന്ന വേൾഡ് സിറ്റീസ് കൾച്ചറൽ ഫോറം 2021 ഇന്ത്യയെ പ്രതിനിധീകരിക്കുന്നത് ഡൽഹി മുഖ്യമന്ത്രിയായ ശ്രീ അരവിന്ദ് കെജ്രിവാളാണ്. അപ്പോൾ ഓർമ്മിച്ചു വെച്ചിരിക്കാം, ഡൽഹി മുഖ്യമന്ത്രിയായ ശ്രീ അരവിന്ദ് കെജ്രിവാളാണ് വേൾഡ് സിറ്റീസ് കൾച്ചറൽ ഫോറം 2021 ഇന്ത്യയെ പ്രതിനിധീകരിക്കുന്നത്. വേൾഡ് സിറ്റീസ് കൾച്ചറൽ ഫോറം 2021 പ്രമേയം ദ ഫ്യൂച്ചർ ഓഫ് ക്ലൈമറ്റ് എന്നാണ്. അടുത്തത് തമിഴ്നാട്ടിലെ കോയമ്പത്തൂർ ആസ്ഥാനമായുള്ള അമൃത വിശ്വപീഠം യൂണിവേഴ്സിറ്റിയെ പറ്റിയാണ്. ടൈംസ് ഹയർ എഡ്യൂക്കേഷൻ, അമേരിക്കയിലെ ടൈംസ് ഹയർ എഡ്യൂക്കേഷന്റെ ഇമ്പാക്ട് റാങ്കിംഗ് 2021 ലോകത്തിലെ ടോപ്പ് 100 എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഫോർ സസ്റ്റൈനബിലിറ്റിയിൽ ഇടം നേടിയ ഇന്ത്യയിലെ സർവകലാശാലയാണ് അമൃത വിശ്വപീഠം യൂണിവേഴ്സിറ്റി. അപ്പോൾ ടൈംസ് ഹയർ എഡ്യൂക്കേഷന്റെ ഇമ്പാക്ട് റാങ്കിംഗ് 2021 ടോപ്പ് 100 എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ സസ്റ്റൈനബിലിറ്റിയിൽ ഇന്ത്യയിൽ നിന്നും ആദ്യ 100ൽ ഇടം നേടിയ സർവകലാശാലയാണ് തമിഴ്നാട്ടിലെ അമൃത വിശ്വവിദ്യാപീഠം. ഇതിൽ ഒന്നാമതെത്തിയിരിക്കുന്നത് ബ്രിട്ടനിലെ യൂണിവേഴ്സിറ്റി ഓഫ് മാഞ്ചസ്റ്റർ ആണ്. അടുത്തത് ഉത്തരാഖണ്ഡിലെ തെഹരി ഡാം റിസർവോയറിനെ പറ്റിയാണ്. 2021 ഏപ്രിൽ വാട്ടർ സ്പോർട്സ് ആൻഡ് അഡ്വഞ്ചർ ഇൻസ്റ്റിറ്റ്യൂട്ട് നിലവിൽ വന്നിരിക്കുന്നത് ഉത്തരാഖണ്ഡിലെ തെഹരി ഡാം റിസർവോയറിലാണ്. ഇതിന് നേതൃത്വം നൽകുന്നത് ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസ് ITBPയുടെ മൌണ്ടനിയറിംഗ് ആൻഡ് സ്കീയിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. അപ്പോൾ 2021 ഏപ്രിലിൽ വാട്ടർ സ്പോർട്സ് ആൻഡ് അഡ്വഞ്ചർ ഇൻസ്റ്റിറ്റ്യൂട്ട് നിലവിൽ വന്നിരിക്കുന്നത് എവിടെയാണ്? ഉത്തരാഖണ്ഡിലെ തെഹരി ഡാം റിസർവോയറിലാണ്. നേതൃത്വം നൽകിയിരിക്കുന്നത് ITBP ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസിന്റെ മൌണ്ടനിയറിംഗ് ആൻഡ് സ്കീയിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്.
ITBPയുടെ ആസ്ഥാനം എവിടെ സ്ഥിതി ചെയ്യുന്നത്? ന്യൂഡൽഹിയിലാണ്. നിലവിലെ ഡയറക്ടർ ജനറൽ ശ്രീ SS ദസ്വാൾ ആണ്. അടുത്തത് കോവിഡ് രോഗനിർണയത്തിനായിട്ട് IIT ഖരഗ്പൂർ വികസിപ്പിച്ച ഒരു സാങ്കേതിക വിദ്യ, അതിന്റെ പേര് കോവിർ ആപ്പ് എന്നാണ്. കഴിഞ്ഞ ദിവസം ഇതിനെ കൊമേഴ്ഷ്യലൈസ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോൾ കോവിഡ് രോഗനിർണയത്തിനായിട്ട് IIT ഖരഗ്പൂർ വികസിപ്പിച്ച ഒരു സാങ്കേതിക വിദ്യയാണ് കോവിർ ആപ്പ് എന്ന ഡിവൈസ്. അടുത്തത് സ്പോർട്സ് റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസ് ആണ്. തമിഴ്നാട് സ്വദേശിയായ ടീനേജർ അർജുൻ കല്യാണാണ് ഇന്ത്യയുടെ 68ാമത് ചെസ് ഗ്രാൻഡ് മാസ്റ്റർ പട്ടം നേടിയിരിക്കുന്നത്. അപ്പോൾ അർജുൻ കല്യാൺ ഏത് കായിക വിനോദവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ഒരുപക്ഷെ ചോദിച്ചേക്കാം. ചെസ് ആണ്. അപ്പൊ ഇന്ത്യയുടെ 68ാമത് ചെസ് ഗ്രാൻഡ് മാസ്റ്റർ പട്ടം നേടിയിരിക്കുന്നത് അർജുൻ കല്യാണാണ്. അടുത്ത ഒരു ദിനമാണ് ഏപ്രിൽ 23 വേൾഡ് ബുക്ക് ആൻഡ് കോപ്പിറൈറ്റ് ഡേ ആയിട്ടാണ് ആചരിക്കുന്നത്. ലോക പുസ്തക ദിനം അല്ലെങ്കിൽ ലോക പുസ്തക പകർപ്പവകാശ ദിനം ആചരിക്കുന്നത് ഏപ്രിൽ മാസം 23-നാണ്. ഐക്യരാഷ്ട്രസഭയുടെ യുനെസ്കോയുടെ നേതൃത്വത്തിലാണ് ഏപ്രിൽ 23 വേൾഡ് ബുക്ക് ആൻഡ് കോപ്പിറൈറ്റ് ഡേ ആയിട്ട് നമ്മൾ ആചരിക്കുന്നത്. അപ്പോൾ ലോക പുസ്തക ദിനം എന്നാണ്? ഏപ്രിൽ 23-ആണ്. യുനെസ്കോയുടെ നേതൃത്വത്തിലാണ് ആചരിക്കുന്നത്. അതുപോലെ തന്നെ യുനെസ്കോയുടെ വേൾഡ് ബുക്ക് ക്യാപിറ്റൽ ഫോർ 2021 ആയിട്ട് തെരഞ്ഞെടുത്തിരിക്കുന്നത് ജോർജിയയുടെ തലസ്ഥാനമായ ട്ബിലിസിയാണ്. ഇനിയൊരു പുസ്തകമാണ് വൺ സ്ട്രിംഗ് അറ്റാച്ച്ഡ് എന്ന പുസ്തകം. ഈ പുസ്തകം രചിച്ചിരിക്കുന്നത് ഫിലിം മേക്കറായ പങ്കജ് ദുബെയാണ്. അപ്പോൾ ലോക പുസ്തക ദിനം എന്നാണ് നമ്മൾ ആചരിക്കുന്നത്? ഏപ്രിൽ മാസം 23-ാം തീയതിയാണ്. അടുത്തത് 1-2 വിയോഗങ്ങളാണ്. അതിലൊന്നാണ് കോവിഡ് ബാധയെ തുടർന്ന് അന്തരിച്ച പ്രശസ്ത ഇസ്ലാമിക പണ്ഡിതനും അതുപോലെ തന്നെ പത്മവിഭൂഷൺ പുരസ്കാര ജേതാവും അതുപോലെ പീസ് ആക്ടിവിസ്റ്റ് മതസൗഹാർദ്ദത്തിന്റെ വക്താവും എന്നൊക്കെ അറിയപ്പെടുന്ന വ്യക്തിയാണ് ശ്രീ മൗലാന വഹീദുദ്ദീൻ ഖാൻ. അതുപോലെ 2021 ഏപ്രിലിൽ കോവിഡ് ബാധിച്ച് അന്തരിച്ച പ്രശസ്ത ഇന്ത്യൻ അഭിനേതാവാണ് കിഷോർ നന്ദ്ലാസ്കർ. അതുപോലെ കോവിഡ് ബാധിച്ച് അന്തരിച്ച മുൻ ഇന്ത്യൻ ടേബിൾ ടെന്നീസ് താരമാണ് സുഹാസ് കുൽക്കർണി. ഇനി ഇന്നത്തെ ക്വസ്റ്റ്യൻ ഓഫ് ദ ഡേ ആണ്. 2021 ഏപ്രിൽ പ്രസിദ്ധീകരിച്ച ആഗോള ഊർജ്ജ പരിവർത്തന സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് എന്നതാണ് ഇന്നത്തെ ക്വസ്റ്റ്യൻ ഓഫ് ദ ഡേ. ഉത്തരം അറിയാമെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യുക. ഉത്തരം അറിയില്ലെങ്കിൽ കഴിഞ്ഞ ദിവസത്തെ വീഡിയോ പോയി കണ്ട പോയിന്റ് ഒക്കെ നോട്ട് ചെയ്യാം. അപ്പോൾ അതുപോലെ കഴിഞ്ഞ ദിവസം നമ്മൾ ചോദിച്ചിരുന്ന ചോദ്യമാണ് കോവിഡ് വ്യാപനം തടയുന്നതിന്റെ ഭാഗമായിട്ട് നോ മാസ്ക് നോ മൂവ്മെന്റ് ക്യാമ്പയിൻ ആരംഭിച്ച സംസ്ഥാനം ഏതാണെന്നുള്ളത്. രാജസ്ഥാനാണ് ഇങ്ങനെ ഒരു ക്യാമ്പയിൻ ആരംഭിച്ചിരിക്കുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ടാലന്റ് അക്കാഡമിയുടെ ഡെയിലി കറണ്ട് അഫയേഴ്സ് അപ്ഡേറ്റ്സുകളാണ്. ടാലന്റ് അക്കാഡമിയുടെ ഡെയിലി കറണ്ട് അഫയേഴ്സ് അപ്ഡേറ്റ്സിന്റെ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. അതുവരെയും ബൈ ബൈ ആൻഡ് താങ്ക് യു.